ഹായ് ഡിയർ അസോസിയേറ്റ്സ്, നമുക്ക് ചുറ്റും നടക്കുന്ന ലോകത്തിലെ വലിയ മാറ്റങ്ങൾ നമ്മളെ വീണ്ടും വീണ്ടും അപ്ഡേറ്റ് ചെയ്യാൻ പ്രചോദിപ്പിച്ചില്ലെങ്കിൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളായി ഓരോ മനുഷ്യനും മാറും എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് എന്ന് നമുക്കറിയാം. ലോകത്തിൽ രണ്ട് തരത്തിൽ വരുമാനം നേടുന്ന ആളുകളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, ശരിയല്ലേ? ഒന്ന് പാസീവ് ഇൻകവും അതുപോലെ തന്നെ ആക്റ്റീവ് ഇൻകവും. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച്, അതായത് മിഡിൽ ക്ലാസ് ലൈഫ് സ്വപ്നം കാണുകയും അതിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അയാളുടെ ഏറ്റവും സേഫ് സോൺ എന്ന് പറയുന്നത് പരമാവധി ഒരു സർക്കാർ ജോലിയാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനുശേഷം ബിസിനസ് എന്നുള്ള രൂപത്തിൽ സാധാരണഗതിയിൽ നമുക്ക് ചുറ്റും കാണുന്ന ട്രഡീഷണലായ ഒരുപാട് കൊടുക്കൽ വാങ്ങലുകളിലാണ് നമ്മൾ ഓരോരുത്തരും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വളരെ സത്യസന്ധമായി നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞ സർക്കാർ ജോലി അതുപോലെ തന്നെ ട്രഡീഷണൽ ബിസിനസ്സിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഹൈലി റിസ്കിനെ കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം. ഇവിടെ ഏകദേശം നമ്മുടെ ജീവിതത്തിലെ പകുതി കാലഘട്ടം, അതായത് ഏകദേശം 23, 24 അല്ലെങ്കിൽ 25 വയസ്സ് വരെ ഒരു സർക്കാർ ജോലി നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പണം, അതിനുശേഷം സ്വാഭാവികമായി നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു വ്യക്തി സർക്കാർ ഉദ്യോഗസ്ഥൻ ആകണമെങ്കിൽ PSC പരീക്ഷകൾ എഴുതി അത്ര വലിയ രീതിയിൽ പരിശ്രമങ്ങൾ നടത്തി അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ ഒരു ജോലി നേടാൻ അതിനനുസരിച്ച രീതിയിൽ വലിയ പണം കണ്ടെത്തി. ആ പണം കണ്ടെത്തുന്നതിനുള്ള മാർഗം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ലോണുകൾ, EMIകൾ, ഇത്രയും ഹൈ റിസ്ക് എടുത്തുകൊണ്ടാണ് ഒരു ജോലി നേടുന്നത്. നമുക്കറിയാം, സാധാരണ ഒരു പണം കൊടുത്തുകൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്ന ഒരു ജോലി ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു ടീച്ചേഴ്സിൻ്റെ മേഖലയിലേക്ക്, വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഒരു ജോലിക്ക് ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്നത്തെ നിലവിൽ PSC എഴുതി ജോലി നേടുന്നതിന് അതിൻ്റേതായ വലിയ കഠിനമായ പരിശ്രമം ആവശ്യമുണ്ട്. അതിന് പുറമെ യോഗ്യതകൾ ഉണ്ടെങ്കിൽ പോലും ഒരു ജോലി നേടിയെടുക്കാൻ ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ ഏകദേശം 50-60 ലക്ഷം രൂപയോളം നമ്മൾ കണ്ടെത്തേണ്ടി വരും. അവിടെ നമ്മൾ ആലോചിക്കാത്ത വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ 60 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റും അത് കണ്ടെത്തുമ്പോൾ നമ്മൾ അതിന് നൽകേണ്ടി വരുന്ന റിവാർഡും ഒക്കെ ചേർന്ന് ഒരു സാധാരണ യുവതി അയാളുടെ ജീവിതത്തിൻ്റെ 75% തീരുമ്പോഴേക്കും പോലും അയാൾ ഇൻവെസ്റ്റ് ചെയ്ത പണം അയാൾക്ക് സാലറിയായി തിരിച്ചു ലഭിക്കുന്നില്ല എന്നുള്ളത് വലിയ ഒരു വസ്തുതയാണ്. ഞാൻ പറയുന്നത് ശരിയല്ലേ? അതുപോലെ തന്നെയാണ് മിഡിൽ ക്ലാസ്സിൽ തന്നെ കുറച്ച് കൂടുതൽ സാമ്പത്തികമായി സ്വാതന്ത്ര്യമുള്ള പാരമ്പര്യ സ്വത്തുകൾ ഒക്കെ ഉള്ള വ്യക്തികൾ. നമുക്കറിയാം, ബിൽഡിങ്ങുകൾ കെട്ടിയുയർത്തുകയും അതിൽ നിന്ന് റെൻറ്റ് വാങ്ങിച്ചുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ സോഴ്സ് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നമുക്ക് ചുറ്റും നമുക്ക് കാണാം. അവിടെയും നമ്മൾ ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം എന്ന് പറയുന്നത്
ഒരു സാധാരണഗതിയിൽ നല്ലൊരു ബിൽഡിങ് കെട്ടി ഉയർത്താൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 50-60 ലക്ഷം വേണ്ടി വരും. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ എന്നും കാണുന്നൊരു അസറ്റായിട്ടാണ് ഇത്തരം ബിൽഡിങ്ങുകളെ, അപ്പാർട്ട്മെൻറ്റുകളെ അദ്ദേഹം കാണുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം യഥാർത്ഥത്തിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞാണ് അദ്ദേഹത്തിന് റിട്ടേൺ ലഭിക്കുന്നത്? അങ്ങനെ റിട്ടേൺ ലഭിക്കണമെങ്കിൽ പോലും അത്രയും നല്ല കസ്റ്റമേഴ്സിനെ നമ്മൾ കണ്ടെത്തേണ്ടതും അതുപോലെ തന്നെ നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ മാത്രമേ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത പണമെങ്കിലും അദ്ദേഹത്തിന് തിരിച്ചു ലഭിക്കുകയുള്ളൂ. അവിടെയും നമുക്കൊരു വരുമാനമായി അത് മാറണമെങ്കിൽ വർഷങ്ങളെടുക്കേണ്ടി വരും. അപ്പോഴേക്കും നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ കെട്ടിയുയർത്തിയ ബിൽഡിങ്ങുകൾ വീണ്ടും പുതുക്കി മറ്റൊരു ബിൽഡിങ് ചെയ്യേണ്ട ഒരവസ്ഥയിലൊക്കെ മാറിയിരിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന വരുമാന സ്രോതസ്സ് അത്ര മികച്ചതാണോ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രഡീഷണലായി ഒരു ബിസിനസ് ആശയം മനസ്സിൽ കണ്ടുകൊണ്ട് അത് ചെയ്യുന്ന 99% ആളുകളും ഏറ്റെടുക്കുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ അതത്രയും വലിയ റിസ്ക് അല്ലേ? പ്രധാനമായി നമുക്കൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവുന്ന 1-2 കാര്യങ്ങൾ ഞാനിവിടെ പറയാം. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്തു നിൽക്കുന്ന 1-2 കാര്യങ്ങളാണ്. ഒന്ന്, ഹോട്ടൽ മേഖല, ഭക്ഷണവുമായി ബന്ധപ്പെട്ട ബിസിനസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ മേഖല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെൽനസ് പ്രൊഡക്റ്റുകളുമൊക്കെയായി ഉള്ള മറ്റൊരു മേഖല എന്ന് പറയുന്നത്. ഒട്ടനവധി ബിസിനസ്സുകളുണ്ട്. അതുപോലെ തന്നെ സാധാരണക്കാർ എപ്പോഴും ഫോക്കസ് ചെയ്തിരിക്കുന്ന കൺസ്ട്രക്ഷൻ മേഖല, അങ്ങനെ എല്ലാ മേഖലയിലും ഒളിഞ്ഞിരിക്കുന്ന ഹൈ ലെവൽ ഒരു റിസ്ക് എടുക്കാതെ നമുക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ വിജയത്തിലേക്ക് എളുപ്പവഴികളില്ല എന്നുള്ളത് ഒരു വസ്തുതയാണെങ്കിൽ പോലും ഒരു ഹോട്ടൽ ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവിടെ വളരെ ഭംഗിയായി കൃത്യമായി കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ കസ്റ്റമർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു അപാകതകൾ സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അയാളുടെ ലൈഫിൽ പിന്നെ വളരെയധികം സ്ട്രഗിൾ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ നിയമപരമായ പ്രശ്നങ്ങൾ, മാനനഷ്ടങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, ഈ രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫ് ചുരുങ്ങും. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഒരു വ്യക്തി വിചാരിച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ അദ്ദേഹത്തിന് ഉണ്ടായ നേട്ടത്തിനേക്കാൾ വലിയ ഹൈലി റിസ്ക് അദ്ദേഹം നേരിടേണ്ടി വരും. എല്ലാവരും അങ്ങനെ നേരിടുന്നു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന പല ആളുകളെയും നമുക്ക് കാണാം. വളരെ വലിയ കെട്ടിടങ്ങളുടെ ജോലി, ജീവൻ യഥാർത്ഥത്തിൽ ഒരു വലിയ തുലാസിൽ ഏൽപ്പിച്ചുകൊണ്ട് 8 മണിക്കൂർ ജോലി ചെയ്യുകയും ഒരു ചെറിയ നിശ്ചിത തുക വരുമാനം വാങ്ങിക്കുകയും നമുക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒട്ടനവധി ആവശ്യങ്ങൾക്ക് മുമ്പിൽ വീണ്ടും EMIയിലേക്കും ലോണുകളിലേക്കും കൂപ്പുകുത്തുകയും സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് വളരെ വലിയ അധ്വാനം നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പണം എന്ന് പറയുന്ന വാല്യൂ എത്രയാണ് ഉള്ളത് എന്ന് നമുക്ക് സ്വയം ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മെഡിക്കൽ മേഖല എന്ന് പറയുന്നത്. വെൽനസ് മേഖല മറ്റൊരു ഭാഗം. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പല പ്രൊഡക്റ്റുകളും വെൽനസ് മേഖലകളിലും അതുപോലെ തന്നെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന രീതിയിലും ഒക്കെയാണ് ആ ഒരു മേഖലയിൽ പർച്ചേസ് ചെയ്യുകയും ആളുകൾക്ക് പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നത്. അവിടെയും ഉള്ളൊരു വലിയ റിസ്ക് എന്ന് പറയുന്നത്
ഒരു വെൽനസ് കാറ്റഗറി അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കാറ്റഗറിയിൽപ്പെട്ട ഒരു വസ്തു കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു കസ്റ്റമർക്ക് എന്തെങ്കിലും രീതിയിൽ അവരുടേതല്ലാത്ത കാരണങ്ങളാൽ പോലും അവരുടെ ജീവനോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിനോ വലിയ രീതിയിൽ ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ കസ്റ്റമറുടെ ഭാഗത്ത് നിന്നുള്ള പിഴവാണെങ്കിൽ പോലും, ഉദാഹരണത്തിന് ഞാനൊരു വെൽനസ് പ്രൊഡക്റ്റ് ഒരു വ്യക്തിക്ക് നിർദ്ദേശിക്കുകയും ശുപാർശ ചെയ്യുകയും എൻ്റെ കരിയറിൻ്റെ ഭാഗമായി ഞാനത് ചെയ്യുകയും ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ, ആ ഒരു വ്യക്തിക്ക് എൻ്റേതല്ലാത്ത കാരണത്താൽ ഒരു ജീവനോ ജീവിതത്തിനോ അപകടം സംഭവിച്ചാൽ, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ഒരു ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റെ ലൈഫ് ലോങ് ഞാൻ നിയമപരമായ പല പ്രശ്നങ്ങളിലും പെട്ട് സാമ്പത്തിക നഷ്ടം സംഭവിച്ച് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം രാവിലെ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥാപനം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കസ്റ്റമർ പെട്ടെന്ന് ഓടി വരുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന ആശങ്കകളും ഭയവും നമ്മളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഇന്നലെ നൽകിയ മെഡിസിൻ എന്തെങ്കിലും ഒരു അപാകതകൾ സംഭവിച്ചാൽ അയാൾ നേരിടേണ്ടി വരുന്ന വലിയ പ്രതിസന്ധികൾ. അതുപോലെ തന്നെയാണ് ഡോക്ടേഴ്സ്, വക്കീൽ എല്ലാവരും. സാധാരണഗതിയിൽ ഒരു അപ്പോയിൻമെൻറ്റിന് ഒരു പേഷ്യൻ്റ് വന്ന് സാധാരണ തട്ടുന്നതിലും കൂടുതൽ ശബ്ദത്തിൽ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അകത്തിരിക്കുന്ന ഡോക്ടറുടെ മനസ്സ് വല്ലാത്ത രീതിയിൽ പേടിയോടെ നിൽക്കുന്നൊരവസ്ഥയിലേക്ക്. കാരണം കഴിഞ്ഞ ദിവസം ചെയ്ത ട്രീറ്റ്മെൻറ്റിൽ എന്തെങ്കിലും പാകപ്പിഴവുണ്ടോ? ഇങ്ങനെ നമ്മൾ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന വളരെ വലിയ റിസ്കിൻ്റെ പ്രതിഫലം വാങ്ങിക്കൊണ്ടാണ് അതേത് ബിസിനസ്സോ ആയിക്കോട്ടെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇവിടെയൊക്കെ നമുക്കൊരിക്കലും തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ പ്രതിസന്ധിക്ക് സൊല്യൂഷനുകളാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവൻ, അവരുടെ കുടുംബജീവിതം തകരുന്നത് ഒക്കെ പ്രധാനമായും ആഹാരവുമായി ബന്ധപ്പെട്ട്, മെഡിക്കലുമായി ബന്ധപ്പെട്ട്, കൺസ്ട്രക്ഷൻ മേഖല, അവിടെയാണ് പേൾ വെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന നമ്മളെന്നും ചർച്ച ചെയ്യുന്ന നമ്മുടെ സബ്ജക്റ്റിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത ഒളിഞ്ഞിരിക്കുന്നത്. ഇവിടെയും റിസ്ക് ഇല്ല എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത് പണമാണ്, ശരിയല്ലേ? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ചില സാങ്കേതിക വിദ്യകളാണ്. ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മളൊരു വ്യക്തിയെ ഒരു ബിസിനസ് പരിചയപ്പെടുത്തി കൊടുക്കുകയും ഇതിലുള്ള റിസ്കുകൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ പഠിപ്പിച്ചുകൊണ്ട് ഒരു ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയും ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരേണ്ടത് എന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന 2015 ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ഈ ഒരു ഫിനാൻഷ്യൽ പ്രോഗ്രാം 100% സത്യസന്ധമായി ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിയുന്ന നമ്മളെ സംബന്ധിച്ച് അവിടെ റിസ്ക് ഫാക്റ്റ് ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. ആരെങ്കിലും ട്രസ്റ്റ് വാലറ്റ് പൊട്ടിത്തെറിച്ച് മരിക്കുമോ? അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് ഉപയോഗിച്ചതിൻ്റെ പേരിൽ ആരോഗ്യം നശിക്കുമോ? നമ്മളൊന്ന് ഒരു തമാശയോടെയെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കുക. പക്ഷേ ഇവിടെ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈ ലെവൽ റിസ്ക് എടുക്കുന്ന ഒരു വ്യക്തി ഏതൊരു മനുഷ്യനെയും പോലെ അവരുടെ കണ്ണുകളിൽ കാണുന്ന, നേരിട്ട് തൊട്ടറിയാൻ കഴിയുന്ന കാര്യങ്ങളിൽ കൂടുതൽ വിശ്വസിക്കുന്നു. അതിൽ നിന്ന് പാരമ്പര്യമായി അയാൾ അല്ലെങ്കിൽ അവൾ കണ്ട് പരിചയപ്പെട്ട വരുമാനത്തിൻ്റെ സ്രോതസ്സ്, അതിൻ്റെ അനുഭവങ്ങൾ അവരെ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. മാത്രമല്ല, ഇന്ന് നിലവിലുള്ള
സാമൂഹ്യ സാഹചര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ സിസ്റ്റങ്ങൾ ഒരിക്കലും അവർക്ക് നഷ്ടപ്പെടുന്നത് ഇന്നുവരെയും അവർ കെട്ടി ഉയർത്തിയ മേഖലയിലെ അവർ അനുഭവിക്കുന്ന സേഫ് സോണുകളാണ്. കഴിഞ്ഞ ദിവസം ഒരു ഫിനാൻഷ്യൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ ഒരു സ്വകാര്യ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ എത്തിച്ചേരാൻ ഉണ്ടായ സമയത്ത് ഈ ഡിജിറ്റൽ മേഖലയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചപ്പോൾ അതിൻ്റെ ഒരു മാനേജറാണ്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസിയൊക്കെ ഇന്ത്യയിൽ നിരോധിച്ചതാണ്, അതൊന്നും മുഴുവൻ തട്ടിപ്പാണ് എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തോട് തിരിച്ച് ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ പങ്ക് നമുക്ക് ചുറ്റും നടക്കുന്ന ഇപ്പോഴത്തെ വാർത്തകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ട്രെയിൻ ടിക്കറ്റുകൾ NFT-യുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ കമ്പോളത്തിലെ ഏറ്റവും വലിയ സ്വാധീനമായ ജിയോ പോലുള്ള കമ്പനികൾ ഇപ്പോൾ എടുത്ത നിലപാടുകൾ ടോക്കണുമായി ബന്ധപ്പെട്ടത്, ലോകമാകെ നടക്കാൻ പോകുന്ന ടോക്കണൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് ശേഷം പണത്തിൻ്റെ പുതിയ രൂപമാറ്റമായ ക്രിപ്റ്റോ കറൻസി മേഖലയിൽ നടന്ന വലിയ വളർച്ചകൾ, അതുപോലെ തന്നെ കാലം പുതിയ ഡിജിറ്റൽ യുഗത്തിലേക്ക് മുന്നേറുന്ന സമയത്ത് ഒട്ടനവധി മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഈ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ ഇനി എല്ലാ റിസ്കുകളും ഒരു അല്പം കുറഞ്ഞ രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് മെറ്റാവേഴ്സിൻ്റെയും വെർച്വൽ ലോകത്തിൻ്റെയും സാധ്യതകളിലേക്ക്, ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ സാധ്യതകളിലേക്ക് നമുക്ക് സ്വയം ഒന്ന് നമ്മളെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു പുതിയ തലമുറ ആഗ്രഹിക്കുന്ന, ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന പേൾവെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന വളരെ വലിയ 6 പ്രൊജക്റ്റുകൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തെ ഒന്ന് മനസ്സിലാക്കാൻ നമ്മളെടുക്കുന്നൊരു തീരുമാനം ഒരുപക്ഷെ ഒരു വലിയ പരിവർത്തനത്തിന് നമ്മളെ സഹായിക്കും, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ നാടിനെ. അതിനു വേണ്ട ഒരു വലിയ ചിന്താമാറ്റത്തെ നമ്മളിലേക്ക് വരുത്താൻ കഴിയുന്ന ആളുകൾക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പേൾവെയിൻ ഇൻ്റർനാഷണൽ ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിലുള്ള ആളുകൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മാറ്റം അതിൻ്റെ മൂർത്തമായ ഭാവത്തിലേക്ക് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ ഒരു ബിസിനസ് ചാനലാണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഈ ഒരു യൂട്യൂബ് വീഡിയോസിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഒട്ടനവധി ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് നിങ്ങൾക്ക് ബോധ്യമാവുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. സ്വന്തം കുട്ടികൾക്ക്, സ്വന്തം കുടുംബത്തിന് ഒരു കടമില്ലാത്ത ഒരു ജീവിതം നിങ്ങൾക്ക് നൽകി നിങ്ങളുടെ ജീവിതം വളരെ നല്ല ഒരു വിജയമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് യൂട്യൂബ് വീഡിയോയുടെ ലിങ്കുകൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.